ഈ പുഴയും കടന്ന് പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ജയബാലൻ മോനും കൂടെ പോകുമ്പോൾ വഴിയിൽ വെച്ച് നിവിനെയും കാവേരിയും കാണുന്നുണ്ട്. അപ്പം കാവേരി സങ്കടപ്പെട്ട് കരയൊക്കെ ചെയ്യുമ്പോൾ നിവിനിങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ ഫോട്ടോ ജയബാലൻ്റെ മോൻ ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം നേരെ അവർ പോകുന്നത് രാജേശ്വരി അടുത്തോട്ടാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ ജയബാലൻ ചോദിക്കുന്നുണ്ട്, ഞാൻ കുറേ നാളുകൊണ്ട് രാഗിണിയുടെ കാര്യം പറയുന്നുണ്ട്, നീ ഓരോന്നോരോന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവാണ്, അതിനൊരു തീരുമാനമാവണം എന്ന് പറയാണ്. അതിനുശേഷം ആ എടുത്ത ഫോട്ടോ നിവിൻ്റെയും കാവേരിയുടെ ഫോട്ടോ രാജേശ്വരിയെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഓരോന്നും പറഞ്ഞ് രാജേശ്വരിയെ കൂടുതൽ ദേഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രാജേശ്വരി നേരെ പോകുന്നത് ശാരദയുടെ അടുത്താണ്. അവിടെ ചെന്ന് ശാരദയായിട്ട് ഭയങ്കര വഴക്കുണ്ടാവുന്നുണ്ട്. നിവിനുമായിട്ട് നിൻ്റെ മോള് അടുപ്പത്തിലാണെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ശാരദയാണെങ്കിൽ കരയും, അതുപോലെ എൻ്റെ മോൾ അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ നിൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലാതെ വീണ്ടും എൻ്റെ മോനെ കണ്ട് സംസാരിച്ച് ആ അടുപ്പം മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ അത് നടക്കത്തില്ല. ഒരു നാൾ എൻ്റെ മോൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നിലവിളക്ക് കൊടുത്തല്ല ഞാൻ സ്വീകരിക്കുന്നത്, ചൂട് വെള്ളം മോന്തയിൽ ഒഴിച്ചായിരിക്കും ഞാൻ സ്വീകരിക്കുന്നത്, അത് നിനക്ക് ഓർമ്മ വേണം എന്ന് പറഞ്ഞ് രാജേശ്വരി പോവുകയാണ്. ഇതൊക്കെ കേട്ട് ശാരദ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെയാണ് പ്രമോ വിശേഷം.